ഹായ് ഹലോ. ഞാനിപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വരുന്ന വഴിയാണേ. അപ്പോൾ കുഞ്ഞാപ്പിയും അമ്മയും കൂടെ എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വെറുതെ അവിടെ നിന്ന് അവൻ ഒച്ചയും വെച്ച് വരികയാണ്. കാരണം ഇത്രയും സ്നേഹം കാണിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് നാളെ അവൻ്റെ ചിന്തമാണ്. നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും അവനെ നമ്മൾ നിലത്തെഴുത്ത് കളരി, അതായത് ഈ ആശാട്ടി അങ്ങനെ ആശാട്ടിയുടെ ഒരു കളരിയിലായിരുന്നു നമ്മൾ ചേർത്തിരുന്നത്. അപ്പോൾ അവന് ചിന്തമാണ്, അത് നാളെയാണ്. അപ്പം അതിന് കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പം ഞാനാണ് എല്ലാം മേടിക്കാൻ എന്നെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. അപ്പം കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എല്ലാം കൊണ്ടുവന്നേക്കുവാണ്. അപ്പം ഈ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും റിസ്ക് പിടിച്ചത് എന്ന് വെച്ചാൽ എനിക്ക് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നൊരു സാധനം കേട്ടോ ഇത്, വെറ്റിലേ അടയ്ക്കയേ. നിങ്ങൾക്കിത് കേൾക്കുമ്പോഴത്തേക്ക് മിക്കപ്പോഴും നല്ല ചിരിയൊക്കെ വരും. കാരണം ഈ സാധനത്തിന് ഇതുപോലെ ഇതുണ്ടായിരുന്നു. സത്യം കേട്ടോ. ഞാൻ കുറേ കടകളിലും എല്ലാം കയറി, അതായത് ഈ മുറുക്കാനൊക്കെ കൊടുക്കുന്ന കടകളിലൊക്കെ കയറി, അവിടെ പോലും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ ഒരു ചെറിയ ജോലി ചെയ്തുകൊണ്ടിരുന്നൊരു കടയുണ്ടായിരുന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് മുട്ടത്ത് ഗ്രേസ് ലോട്ടറീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ തന്നെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. ആ കടയിനോട് ചേർന്ന് തന്നെ അവിടെ ഇങ്ങനെ കിലോ കണക്കിനും അല്ലാണ്ട് എണ്ണമായിട്ടും ഒക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ ഞാൻ ഈ സാധനം ഒപ്പിച്ചത്. അപ്പം അവിടെ അവൻ്റെ ഈ ചിന്ത വെന്നാന്ന് എന്നോട് ഒരു 100 പേരെങ്കിലും ചോദിച്ചിട്ടുണ്ട്. ഞാൻ എനിക്കറിയാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാന ഭാഗത്തായിട്ട് ഇത് എന്താണെന്ന് അവിടുത്തെ ടീച്ചറിൻ്റെ അടുക്കൽ തന്നെ ഞാനെല്ലാം ചോദിച്ച് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കാണുവാണെങ്കിൽ മിക്കവാറും നിങ്ങൾക്ക് അതെന്താണെന്ന് മനസ്സിലാവും. അപ്പം അവൻ്റെ കളരിയിലോട്ടുള്ള പൂജയ്ക്കുള്ള സാധനങ്ങളാണ്. കൽക്കണ്ടമുണ്ട്, കറുത്ത മുന്തിരിയുണ്ട്, അവലുണ്ട്, ഒരുണ്ട ശർക്കര അവന് പൂജയ്ക്ക് കൊടുക്കാറുണ്ട്. പിന്നെ ഒരു തേങ്ങ കൊടുക്കാറുണ്ട്, വിളക്കെണ്ണ കൊടുക്കാറുണ്ട്, കർപ്പൂരം, അതുപോലെ ഈ തിരിയ്, പിന്നെ ഒരു മെഴുകുതിരി, അങ്ങനെ കുറേ സാധനം അവർ കുറച്ച് ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ലിസ്റ്റിലില്ലാത്ത കുറച്ച് സാധനം കൂടെ വേണമായിരുന്നു. അപ്പം ഇത്ര കൂട്ടം സാധനങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ആണെങ്കിൽ കൊച്ചിന് വേണ്ടിയിട്ടൊരു പുതിയ സ്ലേറ്റ്, പിന്നെ കല്ല് പെൻസിൽ ഒക്കെ ഉണ്ടായിരുന്നു. ഇത്രയൊക്കെ കൂട്ടം സാധനങ്ങളാണ് നമ്മൾ അവിടെ പൂജയ്ക്ക് കൊടുത്തേക്കണേ. പിന്നെ ഇത് ഞാലിപ്പൂവൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാലിപ്പൂവൻ പഴം, ഈ ഞാലിപ്പൂവൻ പഴത്തിൽ ഒരു 5 എണ്ണം നമ്മൾ പൂജയ്ക്ക് കൊടുക്കണം. ബാക്കി നമുക്ക് അവിടെ എല്ലാവർക്കും കഴിക്കാനായിട്ടൊക്കെ കൊടുക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഴം ഇത്രയും വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങൾ ഈ വീഡിയോ ഫുള്ളും കണ്ടാലാണ് മനസ്സിലാവത്തുള്ളൂ. നിങ്ങളുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങളെ ഇങ്ങനെ കളരിയിലൊക്കെ ചേർത്തിട്ട് ഇതിനൊക്കെ എന്തൊക്കെയായിരിക്കും വേണ്ടതെന്നൊക്കെ ആലോചിക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. പിന്നെ നമ്മൾ അവൽ നനയ്ക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിന് ഇടാനായിട്ടാണ് ഞാൻ കുറച്ച് ചുവന്നുള്ളി, കുറച്ച് ഇഞ്ചി മേടിച്ചിരിക്കുന്നത്. ഇതാണ് ഞാൻ പുതിയതായിട്ട് അവന് എഴുതാനായിട്ടുള്ള സ്ലേറ്റും കല്ല് പെൻസിലും മേടിച്ചതാണ്. ഇതിപ്പോൾ അവൻ കാണുന്നത് ഞാൻ എടുത്ത് ഒളിപ്പിച്ച് വെക്കണം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എല്ലാം എഴുതി നശിപ്പിക്കും. പിന്നെ ഇത് നമ്മൾ ദക്ഷിണ അല്ലാതെ പൈസ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കവറാണ് ഇത്. ഇപ്പോൾ അവന് ഇട്ടുകൊണ്ട് പോകാനായിട്ടുള്ള തുണി തേച്ച് വെച്ചേക്കണം. ഇതിപ്പോൾ പിറ്റേ ദിവസമായിട്ടോ. അപ്പം എൻ്റെ ഒരു ഐഡിയ ആയിരുന്നു അവനൊരു മലയാളി രീതിയിൽ നമ്മൾ ഒരുക്കി കൊണ്ടുപോകണം എന്നൊക്കെ. അപ്പോൾ ചേച്ചി അവനെ കുളിപ്പിച്ച് എല്ലാം റെഡിയാക്കി. അപ്പോൾ ചേച്ചിക്ക് ഒരിടം വരെ പോകേണ്ടതുള്ളതുകൊണ്ട് രാവിലത്തെ പരിപാടി എന്നെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. ഇതിപ്പം എൻ്റെ ഐഡിയ ഇപ്പോൾ വാളിയെന്നാണ് വന്നത്. എനിക്കിട്ട് തന്നെ കളി കിട്ടി. പിന്നെ ഒരുക്കി കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം എനിക്കായല്ലോ. കൊച്ചാണെങ്കിൽ നിന്നും തരുന്നില്ല. ഞാനാണെങ്കിൽ അങ്ങോട്ടാക്കണം ഇങ്ങോട്ടാക്കണം. ഇത് ഇവനെക്കാട്ടിലും ഒരു 2-3 വയസ്സിന് മൂത്ത പിള്ളേർക്കുള്ള മുണ്ടങ്ങാണ്ടായിരുന്നു. എന്നിട്ടാണെങ്കിൽ ഒന്നും ശരിയാകുന്നില്ല. സ്റ്റിക്കർ ഞങ്ങളാണെങ്കിൽ ഒരു 4-5-6 ഇഞ്ച് ഇത് സെറ്റപ്പ് ആക്കിയിട്ട് അടിയിലോട്ട് അടിച്ചു വെച്ചു. അതൊന്നും ശരിയായില്ല. പിന്നെ ഞാൻ ഒരു പിന്ന് കുത്തി വെച്ചു. പിന്നെ അവലുമൊക്കെ നനച്ച്, പിന്നെ കുടിക്കാനുള്ള വെള്ളം, പിന്നെ പൂജയ്ക്കുള്ള സാധനങ്ങൾ പ്രത്യേകം എല്ലാം ആക്കി. പിന്നെ അവനെ ഒരു വിധത്തിൽ പിന്നൊക്കെ കുത്തി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അഴുകി പോകുമോയെന്ന് ദൈവത്തിനെ അറിയത്തുള്ളൂ. ഞാൻ എന്നിട്ട് പൂകരി ചെളി പിടിപ്പിക്കുമോ എന്തോ. അപ്പം കുഞ്ഞാപ്പി ഇത്രയും നാൾ പഠിച്ചൊരു ബുക്കാട്ടോ. ബുക്കിൻ്റെ കോലമൊന്നും നിങ്ങൾ നോക്കല്ലേ. അപ്പോൾ ഇത്രയും അക്ഷരങ്ങളും സ്വരങ്ങളും കാകളിയൂർത്തോ അതെല്ലാം
പഠിച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് ചിന്തം വരുന്നത്. കുറേ കാര്യങ്ങളുണ്ടായിരുന്നു പാവം. ഇതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വർഷം ആകാൻ പോകുന്നു അവൻ പഠിക്കാൻ കളരിയിൽ ചേർത്തിട്ട്. നമ്മൾ വീഡിയോകളിലൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാനെല്ലാം ഇടുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ ലാസ്റ്റ് പഠിച്ചിരുന്ന 1, 2 മലയാളത്തിലാക്കി. ഇന്നെ ഗുരു ഫ്രം നമഃ എന്ന് പറഞ്ഞ് ഇത് എന്നാണ് ഇത് തീർത്തതെന്നുള്ളത് ഇങ്ങനെ എഴുതി ഇത് വെക്കും. അത് കഴിഞ്ഞ് പിന്നെ ചിന്തം നടത്തണം എന്നാണ്. അപ്പം ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു ഓട്ടോ വരാൻ. അങ്ങനെ ഓട്ടോ വന്ന് കിട്ടി. ഞാനും പപ്പയും മമ്മിയും കുഞ്ഞാപ്പയും കൂടിയാണ് ഇപ്പോൾ ഞങ്ങൾ ഓട്ടോയ്ക്ക് പോണേ. അപ്പോൾ കുഞ്ഞയുടെ അച്ഛ അങ്ങോട്ടേക്ക് നേരെ വരും കളരിയിലോട്ട്. പിന്നെ അമ്മയും ഒരിടം വരെ പോയേക്കുമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അമ്മയും നേരെ കളരിയിലോട്ട് വരും. ഞങ്ങളിപ്പോൾ അവിടെ എത്താറാവുന്നതേ ഉള്ളേ. ഓട്ടോ ചേട്ടൻ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ അത്രയും നേരം നോക്കിയിരുന്നിട്ട് അങ്ങനെ വന്നപ്പോൾ വേഗം സാധനങ്ങളെല്ലാം കയറ്റി. കുറച്ചധികം സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകാനുണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഓട്ടോയ്ക്ക് പോകുന്നത്. ഇപ്പോൾ കളരി എത്തിയിട്ടുണ്ട്. ഇതിൽ ഞാനിങ്ങനെ അന്ന് എൻ്റെ ചേച്ചി കയ്യെ പിടിച്ചാണ് കൊണ്ടുപോകുന്ന വീഡിയോ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ പേര് എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ചേച്ചി കൊച്ചിനെ വലിച്ചുകൊണ്ട് പോവാന്നൊക്കെ പറഞ്ഞോണ്ടേ. അപ്പോൾ നമ്മളിവിടെ സ്ഥലത്തെത്തി. ഇതാണ് കളരി. ടീച്ചറൊക്കെ വന്ന് പൂജയ്ക്കുള്ളതെല്ലാം സെറ്റാക്കി ഇരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ സാധനങ്ങളെല്ലാം കുറച്ചെല്ലാം ഇറക്കി. കുഞ്ഞിയുടെ കൂട്ടുകാരിമാരും എല്ലാം വന്നിട്ടുണ്ട്. നല്ല അച്ചടക്കത്തോടെ ഇരിക്കുന്ന കുട്ടികൾ. ഞാൻ വല്ലപ്പോഴും ഇങ്ങനെ ഇവിടെ വരാറുണ്ട്, അതുകൊണ്ട് ചില കുട്ടികൾക്കറിയാമായിരിക്കും. എന്നാലും അപ്പോൾ പൂജയ്ക്കുള്ള സാധനം അപ്പം തന്നെ കൈ കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ ഓരോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇത്രയും പേര്, പിന്നെ ഞങ്ങളുടെ റിലേറ്റീവ്സ് ഒരു 2-3 പേരും കൂടെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇരിക്കാനുള്ള ഇരിപ്പിടമൊക്കെ ശരിയാക്കി കൊണ്ടിരിക്കുക. പിന്നെ വിളക്കൊക്കെ കത്തിക്കുന്നു. ഈ ഒരു ഇതിൻ്റെ ചിന്തത്തിൻ്റെ ഫുൾ വീഡിയോ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതുകൊണ്ട് എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഞങ്ങളുടെ അടുത്ത് ഈ ഒരു എഴുത്ത് കളരിയിൽ ആണ് കൊച്ചിനെ വിടുന്നത്. അതുപോലെ ഈ ചിന്തത്തിൻ്റെ കേസിലാണെങ്കിലും കുറേ പേർക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടായി. കാരണം ഞങ്ങളൊരു ക്രിസ്ത്യൻ വിശ്വാസത്തിൽ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഹിന്ദു വിശ്വാസമല്ലേ, അപ്പോൾ അതെങ്ങനെ ശരിയാവും എന്നൊക്കെ ആയിട്ടേ. അപ്പം ഇവർ ഒരിക്കലും ഇവരുടെ ഒരു ആചാരത്തിൽ പൂർണ്ണമായിട്ട് പങ്കാളിയാവണം അങ്ങനെ ഒന്നും അവർ പറയുന്നത്. നമ്മൾ ക്രിസ്ത്യനായിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ ക്രിസ്ത്യൻ രീതിയിലാണ് അവരുടെ ഇത് നടത്തുന്നത്, പ്രാർത്ഥിപ്പിക്കുന്നതുമൊക്കെ. അല്ലാതെ അവരുടെ ശ്ലോകമോ അവരുടെ പ്രാർത്ഥനയോ ചെയ്യാനായിട്ട് അവരൊന്നും പ്രേരിപ്പിക്കുന്നൊന്നുമില്ല. അപ്പം ഇങ്ങനെയൊരു ചിന്ത വയ്ക്കുന്നതിന് ഇങ്ങനെയൊരു ചടങ്ങ് ആവശ്യമാണ്. അതുകൊണ്ട് അവർ അവരുടേതായിട്ടുള്ള പ്രാർത്ഥനകൾ വെച്ചിട്ട് ഈ ഒരു ചടങ്ങ് നടത്തുന്നു. അപ്പം നമുക്ക് യേശുവിനെ വിളിച്ചാണ് പ്രാർത്ഥിച്ച് അവിടെ ചെയ്യേണ്ടത്. അതുകൊണ്ട് വലിയധികം ബുദ്ധിമുട്ട് വരുന്നില്ല. ഞങ്ങൾക്ക് വലിയധികം കുഴപ്പമൊന്നും തോന്നിയില്ല കേട്ടോ. അപ്പം കുറേ പേര് എൻ്റെ അടുക്കലാണെങ്കിലും വീട്ടിൽ ഞങ്ങളുടെ ഇവരുടെയൊക്കെ അടുത്താണെങ്കിലും ചോദിച്ചു അത് ശരിയാണോ എന്നൊക്കെ. കുഞ്ഞാപ്പി ഇടയ്ക്കയിൽ അവനെ ടീച്ചർ ഇരുത്തിയ ഇടത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അവന് ഭയങ്കര പേടിയുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് ഇവിടെ ചെയ്യാൻ പോണേന്നൊന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് വല്ല വഴക്ക് പറയുകയോ എന്തെങ്കിലും എഴുതാനൊക്കെ ഉണ്ടെങ്കിൽ വല്ല തെറ്റിപ്പോയാൽ അമ്മ ആൻറ്റിയൊക്കെ എല്ലാവരും കൂടെ വഴക്ക് പറയുമോ. അവനാണെങ്കിൽ ഭയങ്കര ടെൻഷനും. അതുകൊണ്ട് ടവലൊക്കെ കൈ പിടിച്ചോണ്ട് ആശാൻ ഇരിക്കുന്നത്. അവിടെ നിന്ന് പോന്നപ്പോഴേ ടവൽ വേണമെന്നൊക്കെ പറഞ്ഞു. നേരിയ ജലദോഷം പോലെയോ എന്തൊക്കെയോ അവന് എപ്പോഴും ഇങ്ങനെ വേർക്കുന്നുണ്ടായിരുന്നേ പേടിച്ചിട്ടേ. അപ്പോൾ
കുഞ്ഞാ, കൊച്ചു കുഴപ്പമില്ല, ഇനി ഇവിടെ എല്ലാവരും ഇല്ലേ, ഇവിടെ ഇനി വഴക്കൊന്നും പറയത്തില്ല, ടീച്ചർ കയ്യെ പിടിച്ചേ എഴുതിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ടീച്ചർ അവിടെ പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. എന്തോ കുറേ കുഞ്ഞിലകൾ, പിന്നെ ചെമ്പരത്തി പൂവ്, തുളസിയില, ഇങ്ങനെ ടീച്ചർ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ 2-3 കൂട്ടം സാധനങ്ങൾ മേടിക്കണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ ഉള്ളത് കൊണ്ട് കർപ്പൂരവും സാമ്പ്രാണിത്തിരിയൊക്കെ മേടിക്കണ്ടെന്ന് ഉണ്ടായിരുന്നോണ്ടേ പിന്നെ പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞിപ്പിള്ളേർ അവിടെ ഭയങ്കരമായിട്ട് കളിയോ ചിരിയോ, ഇടയ്ക്ക് ടീച്ചർ വഴക്ക് പറയുന്നുണ്ട്, മര്യാദയ്ക്ക് ഇരിക്കടാ എന്നൊക്കെ പറഞ്ഞേ. അപ്പം അവരോട് പറഞ്ഞു, ഇതിപ്പോൾ അയാൻ്റെ ചിന്ത വയ്ക്കലാണ്, നിങ്ങളിത് കണ്ടു പഠിക്കണം, ഇതെന്തൊക്കെയാണ് ചെയ്യണതെന്ന് കണ്ടു നോക്കിക്കൊണ്ടിരുന്നോ എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഇതിന് ചെയ്തതിന് ശേഷം ഇവർക്ക് ഫുഡായിട്ട് കൊടുക്കുന്നുണ്ട്. ഫുഡ് കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ആദ്യം പൂജ നടത്തിയ സാധനം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അല്ലാതെ നമ്മൾ കുഴച്ചുകൊണ്ട് പോയിട്ടുള്ള അവൽ കൊടുക്കും. അതിന് ശേഷം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പവും മുട്ടയും കൊടുക്കാനാണ്. അപ്പോൾ അതാണ് കൊടുക്കുന്നത്. എന്ത് വേണമെങ്കിലും കൊടുക്കാം. പിന്നെ അവർ കൂടുതലും നോൺ വെജ് സപ്പോർട്ട് ചെയ്യണില്ല കേട്ടോ. അതെന്ന് വെച്ചാൽ ഇവിടെ പൂജയൊക്കെ നടത്തുന്നു അങ്ങനെ ഒരു സംഭവം ആയതുകൊണ്ട് അവർ കൂടുതൽ പ്രൊമോട്ട് ചെയ്യണില്ലായിരുന്നു. പിന്നെ നമ്മൾ ചോദിച്ചു എന്തൊക്കെ വേണം എന്നൊക്കെ. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. വിളക്കൊക്കെ കത്തിക്കാനായിട്ടുള്ള പരിപാടി നോക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ബാക്കി പയ്യെ കണ്ടോളൂ കേട്ടോ. ഒരെണ്ണം മതി കേട്ടോടി. ഞങ്ങളിവിടെ കളരിയിൽ ചേർക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രധാനപ്പെട്ട ഒരാളെ കൊണ്ട് കുഞ്ഞിനെ അയാനെ എഴുതിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളിവിടെ എഴുത്ത് കളരിയിൽ ചേർത്തത്. അപ്പം അങ്ങനെ എഴുതിക്കാത്തവരാണ് ചിലരാണെങ്കിൽ പള്ളിയിലെ അച്ഛന്മാരെ കൊണ്ട് അല്ലെങ്കിൽ അമ്പലത്തിലെ അവിടുത്തെ പ്രധാന ആളെ കൊണ്ട് ഒക്കെ എഴുതിക്കും. പിന്നെ ഈ എഴുത്തിനിരുത്തുന്ന സമയത്ത് എഴുതിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് ആണ് ഇങ്ങനെ കളരിയിൽ വിടാറ്. അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ എഴുത്തിനിരുത്തുന്ന ദിവസം ഇവിടെ കളരിയിൽ ടീച്ചർ അത് പ്രത്യേകമായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുഞ്ഞിനെ അത് നേരത്തെ ചെയ്തത് കൊണ്ട് എഴുത്തിനിരുത്തുന്ന ദിവസമല്ല, അത് കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് ഞങ്ങൾ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുചെന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിന് ശേഷമുള്ള ദിവസം ഞങ്ങൾ ഇവിടെ കളരിയിൽ ചേർത്തു. അന്ന് മുതലാണ് കുഞ്ഞ് പോയി തുടങ്ങിയത്. അപ്പോൾ നമ്മൾ അവിടെ ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ സാധാരണയാണെങ്കിൽ നമ്മൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ സ്ലേറ്റൊക്കെ കൊടുത്തു വിടും. എന്നിട്ട് സ്ലേറ്റിൽ എഴുതിക്കും, അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ കുഞ്ഞിപ്പിള്ളേർ എന്നേലും എഴുതിച്ച് ഞാൻ കണ്ടിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുത്ത് കളരിയാണല്ലോ. അപ്പം ആദ്യം ടീച്ചർ കയ്യിൽ പിടിച്ച് അവരെ കൊണ്ട് മണലിൽ എഴുതിക്കും. എന്നിട്ട് മറന്നു പോയെങ്കിൽ പിന്നെ കയ്യിൽ ചൂണ്ടുവിരൽ വെച്ചിട്ട് ഇങ്ങനെ എഴുതിക്കുന്നത് കേട്ടോ. അപ്പം മറന്നു പോയെങ്കിൽ പിന്നെയും അതങ്ങനെ കാണിച്ചു കൊടുക്കും. അങ്ങനെ അവർ പഠിക്കുന്ന അത്രയും ഈ ഒരക്ഷരം പഠിച്ച് തീരുന്നത്രയും ഇങ്ങനെ എഴുതിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കൊച്ചിന് ഒരു നോട്ട്ബുക്കും പിന്നെ കഴിക്കാനുള്ള ഫുഡും വെള്ളവും ഒക്കെയാണ് പിന്നെ കുടയും ഒക്കെയാണ് കൊടുത്തു വിടേണ്ടതുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങുന്ന ഓരോ കാര്യങ്ങളും ആ നോട്ട്ബുക്കിൽ എഴുതിക്കും. എന്നിട്ട് ഇപ്പോൾ ഒക്കെയാണ് സ്വരങ്ങളാണ് എഴുതുന്നതെങ്കിൽ അത് വരെ എഴുതി കൊടുക്കും. എന്നിട്ട് ആ ഈ വരെ തറമായതിന് ശേഷമാണ്, എത്ര ദിവസം എടുത്താലും അത് എഴുതാൻ തറവായതിന് ശേഷമാണ് അതിൻ്റെ ബാക്കി പഠിപ്പിക്കാനായിട്ട് തുടങ്ങത്തുള്ളൂ. അപ്പം എന്നിട്ട് പിന്നെ ഇത് എല്ലാ ദിവസവും റിവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ആദ്യം തുടങ്ങിയത് മുതൽ ലാസ്റ്റ് എത്രയാണ് പഠിപ്പിച്ച് നിർത്തിയേക്കണേ അത്രയും വരെ എല്ലാ ദിവസവും എഴുതിക്കുക. പിന്നെ നമ്മൾ വീട്ടിൽ കുഞ്ഞിപ്പിള്ളേർ വന്നതിന് ശേഷം
നമ്മൾ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളുമായിട്ട് കൂടുതൽ ഇടപഴകുന്നവർ അവരൊക്കെയാണല്ലോ നമ്മളെ എഴുതിപ്പിച്ചൊക്കെ നോക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം പ്രാക്ടീസ് ചെയ്യിക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ ഇങ്ങനെ പഠിക്കാനായിട്ടുള്ള ഇത് ആഗ്രഹമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓരോ അക്ഷരങ്ങളൊക്കെ ആയാലും കൂടുതൽ തറവാക്കാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കും. ഇത് ഈ കളരിയിൽ വിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ്, അപ്പോൾ അവിടെ എന്തൊക്കെയാണ് ചെയ്യുക എന്നൊക്കെ അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാട്ടോ ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിലേ വിടാനൊക്കെ ആയിട്ടേ. അതുപോലെ അവരേൽ ചെല്ലുമ്പോൾ തൊട്ട് നിലത്തിരുത്തി തന്നെയാണ് അവർ ഇരുത്തി ഒരു തടിയുടെ പലകയുണ്ട്, അതിൻ്റെ മുകളിൽ ഷീറ്റിട്ട് അകത്തേലാണ് ഇരുത്തുന്നത്. അതിൻ്റെ മുമ്പിലായിട്ട് കുറച്ച് മണൽ കൊടുക്കും. എന്നിട്ട് അതിൽ പിള്ളേരിങ്ങനെ എഴുതി പഠിക്കണം. അങ്ങനെയാണ്. അപ്പോൾ എല്ലാ ദിവസവും ചെല്ലുമ്പോഴത്തേക്ക് മണലിങ്ങനെ കൊടുക്കും. എന്നിട്ട് അതിൽ എഴുതി പഠിക്കുക. സ്ലേറ്റിലോ അതുപോലെ ബുക്കിലോ ഒന്നും ഒരിക്കലും എഴുതിക്കത്തില്ല. അത് ടീച്ചർ ഇത്ര പഠിപ്പിച്ചു അല്ലെങ്കിൽ എന്നൊക്കെ എഴുതാൻ മാത്രമാണ് ബുക്ക് ഉപയോഗിക്കുകയുള്ളൂ. അപ്പം അത് അങ്ങനെ ഈ ഒരു ചിന്ത വയ്ക്കുന്ന ആ ഒരു സമയം വരെയും ഇങ്ങനെ മണലിൽ തന്നെയാണ് കുട്ടികൾ എഴുതി കാണിക്കേണ്ടത്. എല്ലാം മണലിൽ എഴുതി കാണിക്കണം. അതിന് ശേഷം ചിന്ത വെച്ചതിന് ശേഷം അവർക്ക് അവിടുത്തെ സ്റ്റൂളേൽ അല്ലെങ്കിൽ സ്റ്റൂള് പോലത്തെ ഒരിതുണ്ട്, അതേൽ കയറി ഇരുന്ന് പിന്നെ സ്ലേറ്റേൽ ആണ് എഴുതേണ്ടത്. അതുവരെ തറയിലിരുന്ന് പഠിക്കുക. പിന്നെ സ്ലേറ്റല്ല, ബെഞ്ച്, കുഞ്ഞൊരു ബെഞ്ച് പോലത്തെ ഉണ്ട് കുട്ടികൾക്ക് ഇരിക്കാറുള്ള, അവിടെ അതേലിരുന്ന് പഠിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും പെട്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അറിയത്തില്ലാത്ത ഒരാളാണെങ്കിലും പെട്ടെന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കൊച്ച് ഇത്രയും നാൾ നിലത്തിരുന്നായിരുന്നു പഠിച്ചത്, ഇപ്പോൾ ബെഞ്ചിൽ കയറിയിരുന്ന് പഠിക്കാം, അതുപോലെ ഒരു സ്ലേറ്റിൽ എഴുതാട്ടോ, അങ്ങനെയൊക്കെയാണ് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കാര്യം. അതിന് ശേഷം സ്ലേറ്റിലൊക്കെ എഴുതിയതിന് ശേഷം പിന്നെ നമ്മൾ ഏതൊക്കെയായാലും അക്ഷരങ്ങളും പഠിച്ചു, പട്ടികയൊക്കെ പഠിക്കും, ABCD എല്ലാം പഠിച്ച് നമ്മൾ പിന്നെ സ്കൂളിലോട്ടൊക്കെ ആയിരിക്കുമല്ലോ വിടുക. അപ്പോൾ എല്ലാം പഠിച്ച് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ബുക്കിലായിരിക്കും കുഞ്ഞുങ്ങൾ എഴുതുക. കുഞ്ഞാപ്പീനെ കളരി വിട്ടതിൻ്റെ ഇത് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ഞങ്ങളും കുറേ അക്ഷരങ്ങളൊക്കെ പഠിച്ച്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില അക്ഷരങ്ങളൊക്കെ ഉച്ചരിക്കുന്നതാണെങ്കിലും കുറേയൊക്കെ മണ്ടത്തരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയും തിരുത്താൻ നമ്മളും കുറേയും കൂടെ അപ്ഡേറ്റ് ആവും. അതുപോലെ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ അവരുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവിടെ പഠിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും അവർ ചിലരിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് കൊച്ചുണ്ടായപ്പോൾ അതിനെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അതിനെ പഠിപ്പിക്കുന്ന സമയത്താണ് ഞാൻ ഹിന്ദി പഠിച്ചത് എന്നൊക്കെ പറഞ്ഞ് ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറ്റുമോയെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ നോക്കിയാൽ അത് ശരിയാണ്. നമ്മൾ ഈ കായ എഴുതിയിട്ട് മുകളിലൊരു കുത്തിയിടുമ്പോഴത്തേക്ക് ഈ മുദ്രപത്രമൊക്കെ എഴുതുമ്പോഴത്തേക്ക് അതിലങ്ങനെയൊക്കെയാണ് വരിക. അപ്പം നമ്മൾ കായും കുത്തും കൂടെ ആ കുത്തിന് നമ്മൾ ഇറന്ന് വെക്കും, അപ്പോൾ കർ എന്നൊക്കെ ആയിരിക്കും. പക്ഷേ ആണെങ്കിൽ ഇവിടുത്തെ രീതി പ്രകാരം അതിനെ എന്നുള്ള ആ സംഭവം ആദ്യം പറയണം. ഇപ്പോൾ കായിട്ടിട്ട് മുകളിൽ കുത്താണെങ്കിൽ ഇറുക്ക, അങ്ങനെ അതുപോലെ കുറേ അക്ഷരത്തിൻ്റെ ചില സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ ആ ഒരു തെറ്റായിട്ടുള്ള കാര്യം തിരുത്താനൊക്കെ കുറേ പറ്റിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഞങ്ങളുടെ വീട്ടിലെല്ലാവരും തന്നെ കൊച്ചു പഠിച്ചിട്ട് വരുമ്പോൾ ഇതിൽ നോക്കും. അപ്പോൾ പുതിയതായിട്ട് നമുക്കും പഠിക്കാനുണ്ടല്ലോ. കാര്യം ചെറിയൊരു കാര്യമാണ്, എന്നാലും അങ്ങനെ. അപ്പോൾ അങ്ങനെ കുറേ തിരുത്തലുകളൊക്കെ നമുക്കും വരുത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. ഈ വീഡിയോ ഞാൻ ചെറുതായിട്ടൊന്ന് ഓടിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഒത്തിരി ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളിലോട്ട് എത്തിക്കണം എന്നുള്ള ഒരാഗ്രഹം കൊണ്ട് കുറച്ച് ഓടിക്കുന്നുണ്ട്. അതുകൊണ്ട് ചിലരൊക്കെ ഇങ്ങനെ പിള്ളേരൊക്കെ ആണെങ്കിൽ അനങ്ങുന്നതും അതൊക്കെ ആണെങ്കിൽ ഭയങ്കര എന്തോ പോലെ ഒക്കെ തോന്നും.
നമ്മൾ കൊടുത്തിരുന്ന പഴവും മുന്തിരിങ്ങയൊക്കെയാണ് ഇങ്ങനെ വയ്ക്കുന്നത്. പിള്ളേരെല്ലാം കണ്ടോ? ഇത് ഞാൻ ഇവാൻ കൊടുക്കാൻ അയാൻ കൊടുക്കാൻ ഇത് കൊണ്ടുവന്നാ. ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേഗം പഠിച്ചോണം. ഇന്നലെയും കൂട്ടുകാരാണ് കിട്ടിയിട്ടില്ലെന്ന്. അയാന് തന്നെ കൊടുക്കാനായിട്ടുള്ള ഓലയാണ് ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എഴുതുന്നതായിട്ട് കാണുന്നത് ഇത് എഴുത്താണി അല്ലെങ്കിൽ നാരായം എന്നൊക്കെ പറയുന്നത് അതാണ്. അതിൻ്റെ ഒരു ചെറിയ ഫോട്ടോയാണ് ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് എഴുതുന്നത്. അതിൽ ഇനിയിപ്പം അയാനെയും കൂടെ വെച്ചിട്ട് എഴുതിക്കുന്നുണ്ട്, മടിയിലിരുത്തി എഴുതിക്കുന്നുണ്ട്. അപ്പം അത് കാണാം. അതിന് മുന്നേ തീർന്നേനെ. ഇത്ര വലിയ വിഷമിച്ച് ഇത് ചെയ്ത് അയാനെ ഇത് കൊച്ചിന്റെ ബാഗിന്റെ എടുത്ത് ചേറി ടൗലോടെ വെച്ചോ. എന്നിട്ട് ടൗല് ടീച്ചർ പറയുമ്പോൾ എടുത്താൽ മതിയേ. ടീച്ചർ പറയാ വെച്ച് കഴിയട്ടെ. ചിന്തത്തിൽ തന്നെ ടൗലൊന്നും കഴിക്കുന്നില്ല. അടിപൊളി കിളങ്ങുന്നു. ഇതൊക്കെ എങ്ങനെ മേടിച്ച ആരാ മേടിച്ചെന്ന്? അമ്മയാണോ? ഏത് കടയിൽ മേടിച്ച? കൊച്ചുണ്ടായിരുന്നോ കൂടെ? പച്ചയ്ക്ക് പിടിച്ചേക്കാം, ഞാൻ മാറ്റിപ്പിക്കൂലേ. ആ, ഇത് പച്ചയുടെ ആളായില്ലേ? അവിടെ മുണ്ടും ആ വരി കഴിക്കായി പോയി. ഈ ഓല ഇങ്ങനെ പിടിച്ചേ കൊച്ചേ. രണ്ട് കൈ കൊണ്ട് മേടിക്കും. രണ്ട് കൈ കൊണ്ട് പിടിച്ചേ. പിടിച്ചു. ഞാൻ ചോദിച്ചു മേടിച്ചോളാം. ഈ വടി മാറ്റി വെച്ചോട്ടെ. അതെ ചോദിക്കോച്ചേ. ഞാൻ ഇതെല്ലാം അടുത്തിരിക്കുക, അല്ലെങ്കിൽ എനിക്ക് പേടിയാവും. വടി എൻ്റെ അടുത്തിരിക്കാൻ എനിക്ക് പേടിയില്ല. ഒരു കാര്യം ചെയ്യാം, കുറച്ച് മാത്രമേ ഇരുന്നിട്ട് വയറ്റിലൊന്നും ഇല്ലാത്തോണ്ടേ തുണിയുടെ വഴിക്ക് പോവുക. രണ്ട് കൈ കൊണ്ട് ഓല പിടിച്ച് തിരിച്ചു വരും. ഇത് കൊച്ചിന്റെ ബുക്കിൽ എഴുതുന്ന അക്ഷരം മൊത്തം ഉണ്ട്. ഇത് ഇനി ഈ ഓല സൂക്ഷിച്ചു വെച്ചോണം. ഈ ഓല നഷ്ടപ്പെടുത്തി കളയരുത്. എടുത്ത് ഒടിക്കരുത്. ഇത് വളച്ചാൽ ഒടിഞ്ഞു പോകും. ഞാൻ ഇനി വീട്ടിൽ വരുമ്പോഴും ഇത് കാണണം. ഞാൻ വീട്ടിൽ വരുന്നുണ്ട്. പിന്നെ കൊച്ചു കോളേജിൽ പോയിട്ട് വരുമ്പോഴും ഈ ഓല വീട്ടിൽ കാണണം. കോളേജിലൊക്കെ പഠിക്കുന്നത് നമുക്ക് ഇത് നോക്കി എന്നാലും പഠിക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് കളഞ്ഞേക്കരുത്. ഇങ്ങനെ പിടിച്ച്
കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ച് ടീച്ചറിൻ്റെ കയ്യിലോട്ട് ഓല തരണം അതിനാണ്. കൊടുത്ത് കൊച്ചിന് തരൂ കേട്ടോ. ഇനി ടീച്ചർ വിളിക്കുമ്പോൾ വന്നാൽ മതി കേട്ടോ. ടീച്ചർ അക്ഷരം കൂടെ എന്ത് ചെയ്ത് തരാം. എല്ലാവരും കൈയൊക്കെ മടി വെച്ചിരുന്നേ. നോക്കട്ടെ നല്ല പിള്ളേരാണോ നോക്കട്ടെ. നിങ്ങൾ മടി വെച്ചേ. പറഞ്ഞോ. ഹരി ശ്രീ ഗണപതിയെ നമ നമ്പുര തുണയ്ക്ക ഗുരുവേ ശരണം. ആ ആ ഇ ഈ ഉ എറു ഇലു എ ഐ ഓ ഓ ഔ അം ആ ക ഖ ഗ ഘ ന ച ഛ യ യ ഞ ത ഥ ദ ധ ന ദ ഖ ദ ധ ന പ ക വ ഘ മ യ ര ല വ ശ ഷ സ ഖ ല ക്ഷ. ഇനി ചിഹ്നമാക്കി ഞാനിങ്ങി വന്നേ. വെച്ചാൽ ഇതൊക്കെ കണ്ടു പഠിച്ചോണം കേട്ടോ. ഇനി അടുത്ത ആഴ്ച നമുക്ക് വെക്കാനുള്ള എൻ്റെ ഈശോയെ, എൻ്റെ പരിശുദ്ധാത്മാവെ, എൻ്റെ അമ്മ, എൻ്റെ ഗുരുവെ, എൻ്റെ അക്ഷരവിദ്യയെ സദാ എല്ലായ്പ്പോഴും അനുഗ്രഹിക്കണം. ഈശോയ്ക്ക് സ്തുതി. കൊച്ചിൻ്റെ ഈ ഓലയിലേക്ക് ഇട്ട് ഇത് കൊച്ചിനാണോ ഈ ഓലയിലേക്ക് ഇട്ട് അപ്പോൾ
വേണ്ടേ? ഇതിൻ്റെ മടിയിലേക്ക് ഇരുന്ന് ഇരി. കൈ തലേന്ന് എടുക്കണ വെച്ച് രണ്ടീന്ന് വെച്ചിരിക്കാം. ഈ തലേന്ന് ഇതെന്നെ നോക്കണേ. ആ വെറുതെ അല്ല കൊച്ചങ്ങോട്ട് നോക്കണേ. ഞാനവർക്ക് അവിടെ നിന്ന് കിട്ടുമോ? കിട്ടുന്നുണ്ടോ? അത് നടക്കുപോലെയാ തോന്നുന്നു. മഴ മഴ ആ സ്വിച്ചും ഓൺ ചെയ്ത് ഇതിലും പോരെ, കുഴപ്പമില്ല. അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആ നടുക്ക് നിന്നിട്ട് അത് വോൾട്ടേജ് അത് പൊട്ടുകൂടി അത് വേണ്ട. അത് മതി, ഇത് മതി, ഇത് നല്ല വെട്ടമുണ്ട്. രണ്ട് ഡീപ്പ് കൊടുക്കുന്ന താഴെ താഴെ ഈ കൈ കൊടുക്കും. എന്നിട്ട് ഈ നാരായണൻ മാത്രം മുട്ട, ഇതേ മാത്രം മുട്ട. ഈ കയ്യിൽ ഇതൊന്ന് പിടിച്ച് ഇത് പിടി. ആ പേന പോലെ പിടിക്കും. അങ്ങനെ പിടിച്ചോണം. പിടിച്ചു പിടിച്ചോ. അത് ഇതുവരെ കൊച്ചിത് കണ്ടിട്ടില്ല. അതുകൊണ്ടുള്ള ചിന്തം നടത്തി എത്ര നാളായി. ഇതിനോട് എഴുതാനാ നമുക്ക് ഒലക്ക് കൊച്ചിക്ക് ഓടിയാ. അത്തെ ശ്രദ്ധിക്കും കുഞ്ഞാ. ഇത് എഴുതിക്കും കേട്ടാ. ഇങ്ങനെ പിടിച്ചോണം. പിടിച്ചോളാം കേട്ടാ. കേട്ടല്ലേ? ഈ കുട്ടി താഴെ എഴുതണം. കൊച്ചിൻ പിടിച്ചോണം. പറഞ്ഞു മുമ്പ് തമ്പുരാൻ ഓടിച്ച് കഴുകിയാണ് തീരെ. ആ അതായത് ഞാൻ അശ്വതി എടുത്തില്ല, ഞാനല്ല അയാളെ എടുത്തില്ല. ഓട്ടൊക്കെ എടുക്കണം. പരിപാടിക്കല്ലേ? ആ പറഞ്ഞോ അങ്ങനെ.
ഇന്ന് 11 ആ തോട്ടുംകരയിലുള്ളൊരു ഈശോ ഇത്രയൊക്കെ നമ്മൾ അനുഭവിച്ചില്ലേ സ്മൃതി പറയണ്ടേ ഇങ്ങനെടാ ഇങ്ങനെ പണിയായി ഈശോയെ അനുഗ്രഹിക്കുന്നു ഈശോയ്ക്ക് സ്തുതി കർത്താവ് സ്തോത്രം പറ കുഞ്ഞാ. ഈശോയെ നന്നായി സ്തോത്രം പറഞ്ഞു അപ്പൊ അടി അടി ഞാൻ അവിടെ പോയി കേട്ടോ തുണി ചൂട്ടി കയറ്റിക്കൊണ്ടേക്കോട്ടെ. അതിലേ അങ്ങനെ ചെയ്യല്ലേ, കളി കാര്യമാകുവേ. പിന്നെ ഞാൻ വടിയും കൊണ്ട് വന്നതായിട്ട് വരുവേ. ഇല്ല ഒരു ശകലം താമസം. പിന്നെ കറക്റ്റ് 12 മണിയായി. 5 മിനിറ്റ് കഴിയുമ്പോൾ കൊണ്ടുവരുന്നുണ്ട്.
വീട്ടില് നിങ്ങൾ ആരും ഇങ്ങനെ അനച്ചരുത് കേട്ടോ. കേട്ടോ പറഞ്ഞേ, അത് ടീച്ചറിനെ അറിയാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ആരും അത് കണ്ടേക്കല്ല. വെളിയില ഈ ഓല അടിച്ചെടുക്കേ അതിനകത്ത് ഈ പൂ എടുത്ത് ഒരു ചവിട്ടിയല്ലാതെ ഒരു ചെടിയിൽ ഒരു കൊടുത്താൽ മതി. എന്നിട്ട് ഒരു പേപ്പറിലോ എല്ലാം പൊതിഞ്ഞ് പുറം കിട്ടുന്നു. വിറകെടുപ്പുണ്ടോ? ചേരല് ചേരില്ല. അല്ല, വിറകെടുപ്പിന്റെ ചൂട് തട്ടുന്നൊക്കെ വിറകെടുപ്പുണ്ടോ? മുകളിലേക്ക് വിറകെടുപ്പുണ്ട്. അത് അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവസാനം എടുത്ത് തീറ്റാത്ത അങ്ങനെ വെച്ചാൽ ഇത് ഈ കൊച്ചിന്റെ ഈ ജന്മം മൊത്തം ഇരുന്നോളൂ. അതെന്നറിയാം, ഈ ഒരു പേപ്പർ പറയാൻ പറഞ്ഞാൽ കടമാനം പുക പിടിക്കാൻ അർത്ഥം തിരിച്ചറിയാം. അത് പുക പിടിക്കാതിരിക്കാനാണ്. എന്നിട്ട് ഇടയ്ക്ക് വല്ലപ്പോഴും എടുക്കൊന്ന് വായിച്ചിട്ട് മുടിയൊക്കെ തട്ടി ഒന്നുകൂടെ അതുപോലെ എടുക്കുക. മനസ്സിലായോ മകളെ? നീയെ കഴിഞ്ഞ ആഴ്ച ഒരു കൊച്ചിൻ്റെ മക്കളെ പഠിപ്പിക്കാൻ പറ്റില്ല, അവർ ഇവിടുന്ന് പോയി കിട്ടണം. ഈ കഴിഞ്ഞ ആഴ്ച മത്സരിക്കാൻ കണ്ട അവരോട് വന്നു. എൻ്റെ പോലെ ഇപ്പോഴും പുള്ളി പഠിത്തം കഴിഞ്ഞ് കല്യാണം ജോലിയായി, 2 പിള്ളേരുമായി. ഇപ്പോഴും ഓലയുണ്ടോ ചോദിച്ചതാണ്. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഓല ഇല്ല. ഇന്നലെ ഒരാൾ പറഞ്ഞു പാലക്കാടിന് ഓല കൊടുക്കാനാവും നോക്കുന്നത്. നിങ്ങൾ സ്ലേറ്റ് കൊണ്ടുവന്നോ? കല്ല് പെൻസിലുണ്ട്. അതല്ല, പണ്ടത്തെ അത് തന്നെ പണ്ടത്തെ അതിലുണ്ടായിരുന്നു. പെൻസില് പൊട്ടിച്ചത് വാങ്ങുള്ളൂ. അത് കുഴപ്പമില്ല, നീ നമുക്ക് എടുക്കാവുള്ളല്ലേ. പണ്ടത്തെ സ്ലേറ്റും പോയി, കല്ല് പെൻസിലും പോയി. അടുത്ത് കല്ല് പെൻസിൽ എൻ്റെ കയ്യിൽ 5 ഇരിപ്പുണ്ട്. കറുത്ത കല്ല് പെൻസിലല്ലേ? ആ കുട്ടി വീട്ടിൽ ഉണ്ടായിരുന്നു. ഇരിപ്പുണ്ടായിരുന്നു. ഇത്രയും നീളമുള്ള ആ അതേന്നെ, അത് വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. അത് കണ്ടപ്പോ അപ്പൊ തന്നെ പൊട്ടി ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അലമുണ്ടാക്കി അതൊക്കെ നൈസായിട്ട് മാറ്റി വെച്ചാ. ഞാൻ പറഞ്ഞു, ഞാൻ സ്ലേറ്റ് കയ്യിലോട്ട് തരണമെന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെയല്ലേ ടീച്ചർ പറഞ്ഞേ? സ്ലേറ്റ് പഠിക്കുന്ന ഒരാൾ സ്ലേറ്റ് അല്ല ഇവിടെ കൊണ്ടുവന്ന ടീച്ചർ വരുന്നത് വന്നായിരുന്നല്ലോ. ആ, എനിക്കറിയാം. അത് കണ്ടു കഴിയുമ്പോൾ ആന കരിമ്പക്കാട്ടിൽ കയറുമ്പോൾ ആനക്കൊന്നും പിടിപ്പിക്കുന്നത്. എനിക്കിപ്പോൾ ഇതേലും ഒരു വല്ല എഴുതിയ തിരിച്ചറിയത്തില്ലാത്ത അവസ്ഥയായിരുന്നു. നമ്മൾ ഈ പിള്ളേരെ എഴുതി കഴിയുമ്പോൾ ഞാനിങ്ങനെ വരയിട്ട് കൊടുക്കും. ചിലപ്പോൾ വരയിടുമ്പോൾ പിന്നെ കളറുള്ളതുണ്ട്. അത് ഇതിലും കഷ്ടമാണ്. അതെല്ലാ വീട്ടിലുണ്ട്. ടീച്ചറൊന്ന് എഴുതി നോക്കട്ടെ, നല്ലതാണോ കേട്ടോ. അത് ഓർമ്മ പറയട്ടെ. ഇവിടെ ആവും. എനിക്ക് എഴുതുന്ന ഞങ്ങൾ തന്നെ എഴുതും.
അതാണ് സ്ലേറ്റ്. ആ ആ ഇങ്ങനെ പിടിച്ച്. സൂക്ഷിച്ച് വെച്ചോണം കേട്ടോ. ഈ വെള്ളം കൂട്ടി പിടിച്ചേ അങ്ങനെ നോക്കില്ല അപ്പോഴേ ഈശോ പ്രാർത്ഥിക്കും. എടി ഒരു പ്രാർത്ഥന ചൊല്ലി കൊടുത്തരികയാണ്. പഠിക്കാനുള്ള ബുദ്ധി തരണം. ഇത്ര പഠിച്ചില്ലേ ഇനി എൻ്റെ ബാക്കി പഠിക്കാനുള്ള ബുദ്ധി കിടന്ന് തരണം പ്രാർത്ഥിക്കണേ. കൈക്ക് വേണ്ടി വെച്ചിരുന്ന എല്ലാവർക്കും ഒരു സൂത്രം തരാം. വേഗം വേണം. നീ എന്തിനാ അങ്ങ് നോക്കുന്നത്? അങ്ങ് എടുത്ത് വെച്ചോളൂ. ഈ ഓല പിടിച്ച് അങ്ങനെ ഈ വിരൽ കൂട്ടി ഓല പിടിച്ച് ഈ വിരലിന് പൊട്ടിക്കേ. അങ്ങനെ പിടിച്ച് ഇതിങ്ങനെ എന്നിട്ട് തേച്ചെടുക്കായി. പിടി 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 അങ്ങനെ പിടി. നിക്കേ പോകരുത്. ടീച്ചർ നേരെ നോക്കിക്കേ. അച്ഛതേലും അമ്മതേലും ആരേലും കൈ കൊടുക്കണം. അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് തിരിക്കാൻ കയറുന്നുണ്ട്. എന്നിട്ട് ഈ കഴിഞ്ഞാൽ എനിക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ പറയാ ഞാൻ തരാം. ഈ ഇങ്ങനെ കേട്ടോ. എന്നിട്ട് ഈ കൈ എടുത്ത് കൊടുക്കും. ഇനി ഈ കൈ ഇങ്ങോട്ട് തിരിച്ച് വറുക്കരുത്. അത് അങ്ങ് പോവാ. ഉമ്മ കണ്ടോ? നീ വശം തിരിച്ചു വിട്ടു. അങ്ങനെ സ്ലേറ്റ് പിടിക്കുന്നില്ലേ? എനിക്കാണോ സ്ലേറ്റ്? അച്ഛൻ ഇത്ര സ്പീഡ് മഴ വീഴാനില്ലായിരുന്നതായി. പറഞ്ഞേ ഈ ചായയും ഇച്ചായും കൂടെ ഒന്ന് ചെയ്യണം. ചായക്ക് ഒന്ന് ഇച്ച ഈ അച്ഛൻ ഇതാണ് പിടിച്ചോ പിടിച്ചോ. എനിക്ക് വേണ്ട. ഞാൻ ഇയാൾക്ക് തന്ന സ്ലേറ്റൊക്കെ പിടിച്ചു. ഇന്ന് മുതൽ സ്ലേറ്റിലാണ് എഴുതി പഠിക്കുന്നത് കേട്ടോ. ഇനി മണലിലല്ല കൊച്ചെഴുതുന്നത്. നാളെ മുതൽ ഈ സ്ലേറ്റും കല്ലുവൻസിലും കൊച്ചിൻ്റെ ബുക്കില്ലേ, ഇപ്പോഴത്തെ ബുക്ക്, ആ ബുക്കുമായിട്ട് ഇനി വരണം. അപ്പം അത് ബാക്കി എഴുതി തരും. പിടിച്ചല്ലോ. ഞാൻ വിട്ടു. ഇങ്ങനെ പിടിച്ച് ഇതൊക്കെ. ഇനി ഒരു കാര്യം ചെയ്തു. സ്ലേറ്റ് എവിടെയോ ഇങ്ങനെ പോകാൻ നേരത്തെ എടുത്താൽ പോലെ ദീർഘം പോലെ ഒരു പാടായിരുന്നു. ഞാനത് നാരായണ കൊണ്ട് കുത്തി പറഞ്ഞു കുഞ്ഞു പോയി.
പോലെ തോന്നും. പിന്നെ എഴുതാതിരുന്ന എന്തിപ്പം കൈക്കിപ്പം കഴിഞ്ഞില്ല. ഇപ്പം ഇനി നമുക്ക് ചോദിക്കാട്ടോ. എന്നതാ അതെയോ ഇത് നമ്പൂരാണ് ഇതൊക്കെ അവല് പഴം വേണോ? 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 നഗലാണോ പറഞ്ഞത്? നഗലൊന്നും മടുത്ത് കൊടുക്കുന്നേ. ഇപ്പം ശരിക്കും ചിന്തവയ്ക്കലിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അവളെ ആ പൂജ നടത്തിയിട്ട് അതിൻ്റെ അകത്തുണ്ടായിരുന്ന പഴവും അവലും ശർക്കരയും അതുപോലെ കൽക്കണ്ടം മുന്തിരിങ്ങ അങ്ങനെയുള്ള സാധനങ്ങളും ഉണ്ട്. അതെല്ലാം കൂടെ ചേർത്ത് ആ വെച്ചിരിക്കുന്ന അവൽ എല്ലാം കുഴച്ചെടുക്കും. അതിന് ശേഷം അത് എല്ലാ കുട്ടികൾക്കും കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുഴച്ച് കൊണ്ട് ചെന്നിട്ടുള്ള അവൽ ഉണ്ട്, അതും കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഫുഡ് സജ്ജീകരിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ എടുത്തിരിക്കുന്ന അപ്പവും മുട്ടക്കറിയായിരുന്നു. അപ്പോൾ അത് കുട്ടികൾക്ക് കൊടുക്കും. കുട്ടികൾക്കും പിന്നെ അവിടെ ഇരിക്കുന്നവർക്കും നമ്മുടെ കൂടെ വന്നിട്ടുള്ള ബന്ധുക്കാർ അറിയാവുന്നവരൊക്കെ ഇല്ലേ, അവർക്കും ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളെല്ലാം കൊടുക്കും കേട്ടോ. അപ്പം അതിങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണേ. കുട്ടികളെല്ലാം അത് കഴിക്കാനുള്ള ആകാംക്ഷയിൽ ഇതെന്താ ചെയ്യണമെന്നുള്ളതിൻ്റെ കാണാനായിട്ടുള്ള തിടുക്കത്തിലാണേ. അത്രയും നേരം അവർ അക്ഷമയോടെ കാത്തിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡുകളെല്ലാം ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ തിരക്കിലാട്ടോ. ഓരോ പഴം കൂടി വെച്ച് കൊടുത്തു. കുഴപ്പമില്ല. വരുമോ ഇപ്പൊ എരിയാൻ തുടങ്ങി. അത് അക്രമം പിടിച്ച് എരിവാണല്ലോ. അവലിപ്പഴം തിന്നതിന്റെ എരിവുണ്ടായിരുന്നോ? 51 അക്ഷം അതിന്റെ പെരുക്കം ചില്ലക്ഷം ഗുണക്ഷം എല്ലാം പഠിച്ചു തീരുമ്പോൾ പണ്ടത്തെ രീതി എന്ന് പറയുന്നത് ഇന്ന് സ്ലേറ്റ് കരിച്ച് കഴിയുന്നത് ഇന്നാണ് ആദ്യം കല്ലുവത്സവ സ്ലേറ്റ് തോന്നുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പൊ എല്ലാവരും ഇപ്പം മണലായി കൊടുക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ഘട്ടം തീർന്നു. വിദ്യാഭ്യാസത്തിന്റെ ആദ്യ ഘട്ടം തീർന്നു. അടുത്തതിലേക്ക് കടത്തുന്നതാണ്. കടക്കുമ്പോൾ നമ്മൾ എല്ലാവരും പിന്നെ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് ഇന്നാണ് ഗുരുദക്ഷിണ എന്ന് പറയുന്ന സംഭവം.
വരുന്നത്. ഈ പിള്ളേരെ എഴുതിച്ച് കഴിയുമ്പോൾ ചിന്നും ഇങ്ങനെ നാരായण പിടിച്ച് ഓലയിൽ എഴുതിച്ചില്ലേ, ആ ആ എഴുതിച്ച് കഴിയുമ്പോൾ ഇന്നാണ് അതിനകത്ത് എത്ര രൂപ വെച്ച് ഫീസ് തന്നാലും ഓരോരുത്തരുടെ സാമ്പത്തിക അനുസരിച്ച് കഴിവനുസരിച്ച് ആ എല്ലാം നമുക്ക് തരുന്നുണ്ട്. അതെനിക്ക് പല സാധനങ്ങളായിട്ട് എല്ലാ ഡ്രസ്സ് കൊണ്ട് ഞാനിപ്പം പറയുന്ന ഡ്രസ്സ് വേണ്ട, കാരണം ഇഷ്ടംപോലെയുണ്ട്. ഇത് അവിടെ ആരാ വിളിക്കും. എനിക്കിപ്പോൾ 2 വർഷം 3 വർഷമായ സാരിയൊക്കെ ഇനിയിപ്പോ നാളെ ഞാൻ തറ പറ പാനാന്നൊക്കെ നല്ലോണം. ഇതെന്നെ ഇത് ഇതെന്നെ ഇത് ആ ഇതോ മാനാണോ എന്നാന്ന് ഞാൻ കാണാതെ ഇതോ ആ എടുക്കേ നല്ല വെച്ചോ കേട്ടോ. ആ ബട്ടർഫ്ലൈ